ഇന്നലെ കൗതുകരമായൊരു പോസ്റ്റ് ഡോക്ടർ സരിൻ്റെയാണ്. താങ്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്. സരിനെ പറ്റിയൊന്നും ഒരു മറുപടി പറയാനുള്ള വലിപ്പമൊന്നും ഈ സരിൻ എന്ന് പറഞ്ഞവനില്ല. 9 ദിവസം മുമ്പ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് 10ാമത്തെ ദിവസം AKG സെന്ററിൽ പോയിട്ട് കഴുത്തിൽ മാലട്ട് വാങ്ങിയാണ് അവൻ സീറ്റ് കിട്ടാൻ വേണ്ടി. ഇവന് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇവൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് പോയത്. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്, എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കാരണം. ഇവൻ ഏത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും. ഇവനായിട്ട് എനിക്ക് ജീവിതത്തിലൊരു ബന്ധമില്ല. അവനൊന്നും ഞാൻ മറുപടി പറയാനുള്ള വലിപ്പം ഈ വിദ്വാനില്ല. ഇവൻ ആരുമല്ല. വളരെ കൃത്യമാണ് ശശി പറഞ്ഞ കാര്യം. ആ സെന്റൻസ് വളരെ കൃത്യമാ. സീറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട് മാത്രമാണ് പി സരിൻ എന്ന് പറയുന്ന പരനാറി, പിരായിരിയിലെ പരനാറി മറുകണ്ഠം ചാടിയത്. അവര് അന്ന് പറഞ്ഞ ഒരു കാരണമുണ്ട്. അവിടെ നമുക്ക് സ്പേസ് ഇല്ല, നമുക്ക് സംസാരിക്കാനുള്ള സ്ഥലമില്ല, നമ്മുടെ വോയിസുകൾക്ക് അവിടെ സാധ്യതകളില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ മീഡിയ വണ്ണിൽ ഇപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 പെൺകുട്ടികൾ ചേർന്നിട്ട് ഈ പറയുന്ന ആളുകളുമായിട്ട് ഒരു ചിറ്റ് ചാറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ഇന്നലെ കാണുകയായിരുന്നു. ആ കുട്ടികള് എത്ര കൃത്യമായിട്ടാണ് സരിൻ എന്ന് പറയുന്ന ഒരു ഭൂലോക പൊളിറ്റിക്കൽ ഫ്രോഡിനെ, ഒരു പൊളിറ്റിക്കൽ പിമ്പിനെ വളരെ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. അതിലൊരു ഒരു ഒരു ഈ ജേർണലിസത്തിന് പഠിക്കുന്നതാണോ ഇനി പഠിച്ചു കഴിഞ്ഞതാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സരിൻ പറയുന്നുണ്ട് കോൺഗ്രസ് നിന്ന് മാറാൻ കാരണം ഈ സ്പേസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്പേസിന്റെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന്. യെസ്, വളരെ കൃത്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും എന്നും കൂടി ഒരു ആവർത്തി കൂടി പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം വരുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ആ ചൊവ്വാഴ്ച പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് തലേ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വരെ കോൺഗ്രസ് നേതൃത്വത്തോട് ഇനി എന്നെ സ്ഥാനാർത്ഥിയാക്കണം, എന്നെ സ്ഥാനാർത്ഥിയാക്കണം, എന്നെ സ്ഥാനാർത്ഥിയാക്കണം, എന്നെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ സരിൻ, അതുവരെ കോൺഗ്രസിനകത്ത് കാല് തിരുമ്മിയും സോപ്പിട്ടും നടന്ന സരിൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് അവന് സ്പേസ് ഇല്ല എന്ന് മനസ്സിലായത്. ഒരു കണക്കിന് കൃത്യമാണ് കോൺഗ്രസിന്റെ നടപടികൾ. മനസ്സിലായില്ലേ? ഇവനെ പോലെയുള്ള പരനാറികളെ കോൺഗ്രസ് വളരെ കൃത്യസമയത്ത് അത് മനസ്സിലാക്കി പുറന്തള്ളാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ്. എത്രയൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവൻ അത് കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തുന്നു, ഉടനടി LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു, ഒക്കെ ആകുന്നു. അന്ന് മുതൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തെരഞ്ഞെടുപ്പിന്റെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ ഇവന്റെ സംസാരം എങ്ങനെയായിരുന്നു നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഒരു രീതിയിലുമുള്ള രാഷ്ട്രീയ പക്വത ഇല്ല എന്ന് മാത്രമല്ല, ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ മര്യാദകളും ഇല്ല എന്ന് മാത്രമല്ല, തികഞ്ഞ പുച്ഛം. ഇവൻ രാഹുലിനോട് പുച്ഛം, ഇവൻ ഷാഫിയോട് പുച്ഛം, ഇവൻ VD സതീശനോട് പുച്ഛം, ഇവൻ കോൺഗ്രസിനോട് പുച്ഛം. അല്ലേ? പുച്ഛം മാത്രോ, അധിക്ഷേപങ്ങള്, പേഴ്സണൽ അധിക്ഷേപങ്ങള് വരെ നടത്തിയില്ല ഇവന്. അതിനപ്പുറം ഇവൻ വെല്ലുവിളിച്ചു ആരെയൊക്കെ. ഇപ്പൊ രാഹുലിനെ വെല്ലുവിളിക്കാം, ഷാഫിയെ വെല്ലുവിളിക്കാം. ഷാഫിയെ വെല്ലുവിളിക്കാൻ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. രാഹുലിനെ വെല്ലുവിളിക്കാനും ഇവൻ വളർന്നിട്ടില്ല. എന്നാലും ഇവനൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇവൻ പാർട്ടിയെ വെല്ലുവിളിച്ചു, കോൺഗ്രസ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചു, VD സതീശനെ വെല്ലുവിളിച്ചു. എന്തിന്? പ്രതിപക്ഷ നേതാവ് 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോ അവിടെ ഉണ്ടാകൂല എന്നടക്കം ഇവൻ പറഞ്ഞു. അല്ലേ? ഇവൻ എന്ത് പറഞ്ഞു? ഇവന്റെ പുച്ഛത്തോടെയുള്ള ഒരു വാക്ക് ഞാനിപ്പോ ആലോചിക്കുക. 23-ാം തീയതി വോട്ട് എണ്ണി കഴിയുമ്പോ ഇവൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കും അത്രേ പ്രതിപക്ഷ നേതാവിനെ കാണാൻ. അപ്പോഴും കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് VD സതീശൻ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ എന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെ MLA ആയി ഇവൻ ജയിച്ചിട്ട് ഇവൻ പ്രതിപക്ഷ നേതാവിനെ ചെന്ന് പോയി കാണും. അതൊന്നും ഇവനൊരു ഉണ്ടാക്കി പറഞ്ഞതാണ്, ആക്കി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇവൻ ജയിച്ചാൽ പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് VD സതീശൻ നിൽക്കാൻ അർഹനല്ല എന്നുള്ള രീതിയിൽ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവൻ മറുകണ്ഠം ചാടി എന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് അധിക്ഷേപങ്ങള്, ധാർഷ്ട്യങ്ങള്, അഹങ്കാരങ്ങള്, വെല്ലുവിളികള്, ഒരു പൊളിറ്റിക്കൽ മര്യാദയും ഇല്ലാത്ത രീതിയിലുള്ള വർത്താനങ്ങൾ, ഇടപെടലുകൾ ഒക്കെയായിരുന്നു ഇവൻ നടത്തിക്കൊണ്ടിരുന്നത്.
എന്നിട്ട് എന്തുണ്ടായി? പെട്ടി തുറന്ന് പെട്ടി പൊട്ടിച്ചെണ്ണിയപ്പോ എന്താ സംഭവിച്ചത്? പാലക്കാടിന്റെ ചരിത്രത്തില് ഏറ്റവും വലിയ തോൽവിയല്ലേ ഈ പറയുന്ന സരിൻ എന്ന് പറയുന്ന പരനാറിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ജനം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് രാഷ്ട്രീയപരമായി ആശയപരമായി എതിർപ്പുകൾ ഉണ്ടാവാം, എതിർ സ്വരങ്ങൾ ഉണ്ടാവാം, എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് എതിർ ചേരിയിൽ നിൽക്കുന്നവൻ, എതിർ രാഷ്ട്രീയ പാളയത്തിൽ നിൽക്കുന്നവനോടുള്ള പേഴ്സണൽ വെഞ്ചൻസുകളായി മാറാൻ പാടില്ല എന്നുള്ളതാ. പക്ഷെ ഇവൻ അതും ചെയ്തു. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവൻ വിജയം പ്രതീക്ഷിച്ചിരുന്നു. സരിൻ വെല്ലുവിളിച്ചതും സരിൻ അധിക്ഷേപിച്ചതും സരിൻ പരിഹാസങ്ങൾ ചൊരിഞ്ഞതൊന്നും സരിൻ വിജയിക്കില്ല എന്ന് കരുതിയിട്ടല്ല, ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് വെല്ലുവിളികൾ നടത്തിയത്. പക്ഷേ അവൻ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ അവൻ വിജയിക്കുമെന്ന്. ജനം തീരുമാനിക്കണമല്ലോ. ജനം എടുത്തിട്ട് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരനാറിയെ. അപ്പോ അത് കഴിഞ്ഞിട്ട് അവന്റെ ഉള്ളിൽ പക ഇങ്ങനെ കത്തിജ്വലിക്കുകയായിരുന്നു. ആ പകയാണ് രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് ഇവൻ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായ കാരണം. പക്ഷെ ഇപ്പോഴും ഈ പരനാറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-നോട് അല്ലെങ്കിൽ സരിൻ തയ്യാറാവ്, ധൈര്യമുണ്ടെങ്കിൽ സരിൻ തയ്യാറാവ്. സരിൻ പാലക്കാട് മത്സരിക്കും, രാഹുൽ മാങ്കൂട്ടവും പാലക്കാട് മത്സരിക്കും. ഇപ്പോ ഈ 2026 തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്നുണ്ട്, സരിനും മത്സരിക്കും. ഒരവട്ടം കൂടി ധൈര്യമുണ്ടോ? ആരോപണത്തിന് മുമ്പാണെങ്കിലും ശരി, വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കിയതിനു ശേഷമാണെങ്കിലും ശരി, പാലക്കാട് നിന്ന് സരിൻ വിജയിക്കില്ല, രാഹുൽ വിജയിക്കും. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രയൊക്കെ വേട്ടയാടി തകർക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള തട്ട് അത് താഴെ തന്നെ ഇരിക്കുമെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോ ഇവനൊരു സ്വഭാവമുണ്ട്. ഇവൻ നമ്മൾ ഈ പുറത്ത് കാണും പോലെ ഒന്നല്ല, ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര പകയുള്ള, വൈരാഗ്യമുള്ള, വ്യക്തികളോട് വലിയ ദേഷ്യമുള്ള ഒരു മനുഷ്യനാണ് സരിൻ എന്ന് പറയുന്നത്. അതല്ലാതെ സരിന് നിങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെ ചിരിക്കുമ്പോൾ അവന്റെ മുഖത്തുള്ള ചിരി നിങ്ങൾ കറക്റ്റ്, നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഈ മനഃശാസ്ത്രപരമായ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ മുഖത്ത്, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ നിങ്ങൾ ഇവൻ ചിരിക്കുന്നതിന്റെ ഒരു വിഷ്വൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ആ ചിരിയെ കുറിച്ച് നിങ്ങൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധനോട് ചോദിച്ചാൽ, ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെയല്ലേ പറയുന്നത്, സൈക്കോളജി അല്ലേ? യെസ്. അപ്പോ അല്ല, സൈക്കോളജി ആണോ? എന്തോ ആവട്ടെ. അപ്പോ ഈ മനഃശാസ്ത്രജ്ഞ വിദഗ്ധനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും. ഇവന്റെ മുഖത്ത് വരുന്ന ഞാൻ പല തവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സരിൻ അത് വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും ശരി, അഭിമുഖങ്ങളിലാണെങ്കിലും ശരി, എവിടെയാവട്ടെ സരിന്റെ പല വീഡിയോകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സരിന്റെ മുഖത്ത് വരുന്ന ചിരി എന്ന് പറയുന്നത് ഒരു കപട ചിരിയാണ്, ഒരു കാപട്യത്തിന്റെ ചിരിയാണ്. ഇവന്റെ മനസ്സില് വളരെ കൃത്യമാണ്, ഇവൻ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് ഇവനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമുണ്ടാവാറുണ്ട്, പകയുണ്ടാവാറുണ്ട്, വൈരാഗ്യം ഉണ്ടാവാറുണ്ട്, ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം വേട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവന് സ്വാഭാവികമായിട്ടും ഇവനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരാളെ നേരിടാൻ കഴിയില്ല. ഇവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്ക്, വളരെ കൃത്യമായിട്ട് അധിക്ഷേപങ്ങളായിരിക്കും അതിലുണ്ടാവുക, പരിഹാസങ്ങളായിരിക്കും ഉണ്ടാവുക, പുച്ഛമായിരിക്കും ഉണ്ടാവുക, അഹങ്കാരമായിരിക്കും ഉണ്ടാവുക, ധാർഷ്ട്യമായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവന് എങ്ങനെയാണ് സിവിൽ സർവീസ് ലഭിച്ചു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഇങ്ങനെയും ചിന്തിച്ചു, ഇനി MA ഷഹനാസ് എനിക്ക് IAS കിട്ടി എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരേ ടീമാണല്ലോ. അപ്പോ ഈ MA ഷഹനാസ് തനിക്ക് IAS കിട്ടി എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കുമോ ഇവന്റെ IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. കാരണം ഇനിയിപ്പോ സിവിൽ സർവീസ് കിട്ടാനുള്ള വല്ല ബുദ്ധിയുണ്ടോന്നറിയില്ല, പൊളിറ്റിക്കലി ഇവൻ ഇൻകറക്റ്റ് പേഴ്സൺ ആണ്. മനസ്സിലായില്ലേ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പേഴ്സൺ ആണ്. ഒരു പൊളിറ്റിക്കൽ മര്യാദയും ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയും കാത്തു സൂക്ഷിക്കാത്ത ഒരു പക്കാ ഫ്രോഡ്, ഒരു പൊളിറ്റിക്കൽ പിമ്പാണ് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്നത്.
അത് രാഹുലിനോട് മാത്രമല്ല. ഇപ്പൊ ഇതിപ്പോ PK ശശി പറയുന്നത് മറുപടി അറിയിക്കുന്നില്ല, അതിന് മാത്രമൊന്നും ഇവന് ഇല്ല എന്ന് പറയാനുള്ള കാരണം വളരെ കൃത്യമാണ്. പിന്നെ നമ്മൾ ഇവന് മറുപടി അങ്ങനെ കൊടുക്കാതെ ഇവരെന്തോ വലിയ സംഭവമാണ് എന്നൊന്നും ഇവൻ വിചാരിക്കണ്ട. ആരും എനിക്ക് മറുപടി പറയാൻ ആരുമില്ല എന്ന് കരുതണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അങ്ങനെയുണ്ടല്ലോ, ഇവൻ മറുപടി അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ തീട്ടത്തിന്റെ വില കൽപ്പിച്ചുകൊണ്ട് ഇവനെ മാറ്റി നിർത്തുമ്പോ എല്ലാരും അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് എന്താ പ്രശ്നം? ഇവൻ കരുതും, അയ്യോ എനിക്ക് ആർക്കും മറുപടിയില്ല, ഞാൻ പറയുന്നത് എന്തോ വലിയ ആനക്കാരിയാണെന്നൊക്കെ ഇവൻ വിചാരിച്ചു പോകും. അതുകൊണ്ടാണ് പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ മതി ഇവന് മറുപടി പറയാൻ. നമ്മളെപ്പോലെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആരും വേണ്ട എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവനൊരു ഭൂലോക ഫ്രോഡാണ്, പൊളിറ്റിക്കൽ ഫ്രോഡാണ്. അത് മാത്രമല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കേരളത്തിലെ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തിയാണ് ഈ പി സരീൻ എന്ന് പറയുന്നത്. അത്രമാത്രം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയും ഒരു മര്യാദയും മാന്യതയും ഒന്നും കാത്തു സൂക്ഷിക്കാത്ത ഒരു പക്ക ഫ്രോഡ് മാത്രമാണ് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്നത്.